സഫാരി പാർക്ക് വരെ ഒന്ന് പോയാലോ? നമ്മൾ സഫാരി പാർക്കിൽ ആദ്യം കയറിയപ്പോൾ കണ്ടത് ഇവനെയാണേ. പിന്നെയാണെങ്കിൽ ബാക്കി എല്ലാ ജിറാഫുകളും അവിടെ തിന്നുന്നതിൻ്റെ തിരക്കില്ല. ഇവ മാത്രമാണ് എല്ലാ വണ്ടികളൊക്കെ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു, ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു. ഓസ്ട്രിച്ചൊക്കെ അങ്ങനെ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണേ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഈ കുറുമ്പനായ ആനക്കുട്ടി. അവൻ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങ് നിന്നു. ഇനി എങ്ങും നിങ്ങൾ പോകണ്ട എന്നുള്ളൊരു രീതിയിൽ. അത് കഴിഞ്ഞതാ കുറേ മാൻകുട്ടികൾ ഇവരെന്തെങ്കിലും കേട്ടോണ്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞ് ഞാൻ ഈ റിനോനെ കണ്ടു. റിനോ ആണെങ്കിൽ ഞാൻ ചോദിച്ചു ഡ്രസ്സ് ഇട്ട് നിൽക്കുമെന്ന്. അതിൻ്റെ സ്കിന്നാന്ന് പിന്നെ മനസ്സിലായത്. പിന്നെ ഞങ്ങൾ സിംഹത്തിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പാസ് ചെയ്തു പോയത്. എനിക്ക് കുറച്ച് പേടിയെങ്കിലും ഇവനെ കണ്ടൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നേ. എന്താ എനിക്കറിയില്ല, ഇത്ര അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ആളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടായി. അതിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് കിടന്നു. ഇനി നിങ്ങൾ എങ്ങോട്ടും പോകണ്ട എന്നുള്ളൊരു ഇതിൽ കിടക്കണുണ്ടോ കിങ്. അത് കഴിഞ്ഞതാ ഇവരൊക്കെ കണ്ടു. പിന്നെ പേര് പോലും അറിയാത്ത കുറേ മൃഗങ്ങൾ വേറെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഫോട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ ചിലവ് മറന്നുപോയി. പിന്നെ കാറില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സഫാരി ബസ് അവൈലബിൾ ആണ്. സോ അതിൽ പോയി നിങ്ങൾക്കെല്ലാം കാണാം. UK-യിലുള്ളവരാണെങ്കിൽ 1 ടൈമെങ്കിലും പോയി കാണണം കേട്ടോ. ഇത് കഴിഞ്ഞുള്ള തീം പാർക്കിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.